നമസ്കാരം ഗൈസ്. നമ്മൾ കാനഡയിൽ തന്നെ നമ്പർ 1 ഐലൻഡായ കേപ്പ് ബ്രിട്ടൻ ഐലൻഡിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ. ഇത് നോർത്ത് അമേരിക്കയിൽ തന്നെ ഒരു ഫേമസ് ഐലൻഡാണ്. അവിടെ ഭംഗിന്ന് പറയാനായിട്ട് രണ്ട് സൈഡിലായിട്ടും മരങ്ങൾ നിൽക്കുന്ന കാണാൻ, ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. പലതരം ഇലകളാണ്, മഞ്ഞയും ചുമപ്പും അതുപോലെ തന്നെ ഡാർക്ക് റെഡും, അങ്ങനെ പലതരം കളറുകളായിട്ടുള്ള ഇലകൾ കാണാൻ പറ്റും. ശരിക്കും എന്താ പറയുക, നമ്മുടെ നാട്ടില് കാവടിക്ക് പിടിച്ച് നിൽക്കണ പോലെ പല കളറുകളായിട്ടുള്ള കാവടികളെ പോലെ നമുക്ക് കാണാം. മരങ്ങൾ രണ്ട് സൈഡിൽ ഇതുപോലെ കുറേ കാവടികൾ നിൽക്കുന്ന കാണാം. അതുപോലെ നല്ല ഭംഗിയാണ് കാണാൻ, നല്ലൊരു സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഓക്കെ ഗൈസ്. കബോട്ട് ട്രെയിൽ 298 കിലോമീറ്റർ ലൂപ്പാണ്. ഏകദേശം 26 ട്രെയിൽസ് അടങ്ങിയതാണ്. അതിൽ പോപ്പുലർ ആയിട്ടുള്ളത് ഫ്രെനി ട്രെയിലും പിന്നെ സ്കൈലൈൻ ട്രെയിലാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ട്രെയിലുകൾ. കബോട്ട് ട്രെയിൽ നമുക്ക് രണ്ട് രീതിയിൽ പോവാം. ക്ലോക്ക് വൈസ് ആയിട്ട് പോവാം, കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് പോവാം. ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് പോയതാണ്. അത് ബാഡക്ക്, ഇംഗനീഷ് ബീച്ച്, ആ ഒരു വഴി കൂടെ അങ്ങനെ പോയി. പ്ലസന്റ് ബേ, അതിലേറ്റവും നല്ലത് ബാഡക്കിൽ സ്റ്റേയോ ഇൻഗനീഷ് ബീച്ചിൻ്റെ ആ സൈഡിലോ ആ ഭാഗങ്ങളിൽ സ്റ്റേ ചെയ്യണതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഫോൺ ഇൻവെന്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിൻ്റെ പ്രൊഫഷനാണ് ഞാൻ നിൽക്കുന്നത്. കാനഡയിൽ കേപ്പ് ബ്രിട്ടനിൽ പോകുന്ന വഴിയിൽ ബാഡക്ക് എന്ന സ്ഥലത്താണ്, ഒരു ചെറിയൊരു ടൗണിൽ ആണ് ഈ മ്യൂസിയം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത്. ഒരുപാട് നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വിശേഷങ്ങളിലേക്ക് നടത്താം. നോക്ക് മക്കളെ, നോക്ക്, മുമ്പിലേക്ക് നോക്ക്. കളർഫുൾ സാധനങ്ങൾ കാണിച്ചു തരാം. എങ്ങനെയാണ് പിന്നീട് ഞങ്ങൾ പോയത് ഈജിപ്ത് വാട്ടർഫോൾസിലേക്കാണ്. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത് ബാൻഡക്കിൽ നിന്ന് 30-35 മിനിറ്റ് എടുത്തുള്ളൊരു ഡ്രൈവായിരുന്നു. അധികം ദൂരമില്ലാത്തൊരു ട്രെയിലാണത്. നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ടെങ്കിൽ ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് ആ വാട്ടർഫോൾ കണ്ട് നമുക്ക് മടങ്ങാം. നല്ലൊരു വാട്ടർഫോളാണ്. ഹായ്, നോക്കിയാ ശരിക്കും കണിക്കൊന്ന പൂത്തുക്കണ പോലെ. ആ പോകുന്ന വഴിയിൽ കേപ്പ് ബ്രിട്ടൻ നാഷണൽ പാർക്കിന്റെ എൻട്രി പോയിന്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. പിന്നെ നേരെ പോയത് ലേ ബിട്രോ ട്രെയിലേക്കാണ്. അത് മനോഹരമായിട്ടുള്ളൊരു ചെറിയൊരു കുന്നാണ്. അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കുത്തനങ്ങനെ കയറി. ഒരുപാട് ദൂരം നടക്കേണ്ട വന്നില്ല. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എത്തി. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. നമുക്ക് സൈഡിൽ കടൽ കാണാൻ പറ്റി, തൊട്ടുപ്പുറത്തെ മല നിരകൾ കാണാൻ പറ്റി. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. സ്കൈലൈൻ ട്രെയിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഈ ട്രിപ്പിൽ തോന്നിയിട്ടുള്ളൊരു ട്രെയില്. അത് ഏകദേശം 7.5 കിലോമീറ്റർ നടത്താണ് നമുക്ക് നടക്കേണ്ടി വരിക. പിന്നെ നമ്മൾ കണ്ടത് മെക്കൻസി റിവറാണ്. നമ്മൾ യാത്രാമധ്യേ